ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, സബാഖീർ. എന്താ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ്. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് 29/1/2026 ഞാനിന്ന് നിങ്ങളോട് അവതരിപ്പിക്കുന്നൊരു വിഷയം എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ച് സംഭവിച്ചാണ്. അത് നമ്മളുടെ ഓരോരുത്തർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആകെ മാനസിക വിഷമത്തിലാവട്ടോ. അതെന്താണെന്നറിയോ? ഈ കഴിഞ്ഞ 29-ാം തീയതി ഞങ്ങളുടെ മോൻ്റെ കല്യാണം നടക്കുകയുണ്ടായി. നമ്മൾ ഉദ്ദേശിച്ചത് 2000, 2500, 3000 വരെ ആളുകളെയാണ്. പക്ഷേ അത് നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ 5000, 5500, 6000 വരെ ആളുകളായി മാറി. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, ഒക്കെ റാത്തായിരുന്നു. വളരെ ഭംഗിയായി പരിപാടി കഴിഞ്ഞു. ഭക്ഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. പക്ഷെ അതിലൊക്കെ ഒരു പ്രയാസം ഉണ്ടായ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വേണ്ടപ്പെട്ടൊരു 50 to 75 വീടുകൾ, അത്യാവശ്യം വേണ്ടപ്പെട്ട, ഒരു ഭാഗത്തല്ല കേട്ടോ, പല ഭാഗത്തായിട്ട്. ഇപ്പോൾ നമ്മൾ പല ഭാഗത്തു കൂടി പറയാൻ പോകുമ്പോൾ അവിടെ മറന്നു പോയ വീടുകളുണ്ടായിരുന്നു. അത് വലിയൊരു സങ്കടത്തിലാക്കി. നമ്മൾ കല്യാണം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് എഴുതി വെച്ച് നോക്കി, വീണ്ടും വീണ്ടും നോക്കി, വീണ്ടും തലേ ദിവസം വരെ ആരെയും മറന്നുക്കണോ എന്ന് ആലോചിക്കും. പക്ഷെ അപ്പോഴൊന്നും നമ്മളെ തലയിൽ വരില്ല. ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും വരില്ല. പക്ഷെ നമ്മൾ മറന്നു പോയ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ ഒരിക്കലും മാനസിക സംഘർഷത്തിൽ നിങ്ങളുടെ മനസ്സിലൊന്നും കരുതരുത്. കാരണം എൻ്റെ ഭാഗത്ത് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്കൊരു ഉപദേശം നൽകാനുള്ളതെന്നറിയോ? ഇത്തരം വിവാഹ പരിപാടികൾ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവനവൻ്റെ കുടുംബങ്ങളെ, അവനവൻ്റെ വേണ്ടപ്പെട്ടവരെ പ്രത്യേകം മാർക്ക് ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് തന്നെ നോക്കുക, അതും എവിടെ പറയാത്തത്, എവിടെ പറഞ്ഞത്, എന്താണെന്നുള്ളത് ഒന്നുകൂടി ആലോചിച്ച് പറയാൻ നമ്മൾ തയ്യാറാകുക. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഖേദമുണ്ടാവും നമുക്ക്. അപ്പോൾ ഇതുമായിട്ട് പറഞ്ഞത്, ഈ ഒരു കല്യാണം വിളിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കരുതും അവിടെ പറഞ്ഞിക്കണു, അല്ലെങ്കിൽ പിന്നെ പറയാം. നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവരെ ഇരുന്ന് ആലോചിക്കണം, ഇവരുടെ ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്. അത് നമ്മൾ പറയണ്ടേ. ഞങ്ങൾ പറയുമ്പോൾ കല്യാണത്തിൻ്റെ ഏകദേശം ഒരു മാസം മുമ്പ് ഞാനും ഭാര്യയും ഒക്കെ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തി. ഞങ്ങളിവിടുന്ന് പോണതിൻ്റെ മുമ്പ് വലിയൊരു ചാർട്ടുമായിട്ടാണ് പോയത്. ഈ ചാർട്ട് അവിടെ പോയിട്ട് ചിലപ്പോൾ നോക്കാൻ നേരം കിട്ടും, ചിലപ്പോൾ കിട്ടൂല. പക്ഷേ എങ്കിലും പരമാവധിയൊക്കെ നോക്കി ഈ ചാർട്ടിൽ വരെ ഞാൻ വിട്ടുപോയി, ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ അതിലുണ്ടായിരുന്ന ആളുകളെ ഒരു 50 to 100 വരെ വേണ്ടപ്പെട്ട വീടുകൾ, വളരെ പ്രധാനമായിട്ടുള്ള വീടുകൾ പറയാൻ മറന്നു. എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്ന ഇങ്ങനത്തെ ആളുകൾ പറയാൻ മറന്നവർ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എന്താ അറിയോ, മനഃപൂർവ്വമല്ല ഇതൊന്നും ചെയ്തത്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ തൊട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പോയ മക്കളുണ്ടാവും. അതിൻ്റെ തൊട്ട വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, തൊട്ടടുത്ത ഒരു പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അത് നമ്മളെ അല്ലെങ്കിൽ എനിക്ക് ഒരു ഉപദേശം നൽകാനുള്ളതേ, നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരാളൊരു കല്യാണം പറയുമ്പോൾ നമുക്കറിയുന്ന അവനാൻ്റെ എന്നെ ഇവിടുത്തൊന്ന് പറഞ്ഞളാ എന്ന് പറയാനും കൂടി ശ്രദ്ധ ചെലുത്തിപ്പിക്കണം. ആരാണെങ്കിലും ആരോടാണെങ്കിലും പറയാൻ കാണിക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളതിൽ. കാരണം ഇപ്പോൾ ഒരു പക്ഷേ ഈ വരുന്ന ആൾക്ക്, കല്യാണമായിട്ട് വരുന്ന ആൾക്ക്, പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഇത്ര ശ്രദ്ധ ഉണ്ടായിക്കൊള്ളും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് വിട്ടുപോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളതിന് മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തന്നെ കല്യാണം അങ്ങനെ അൽഹംദുലില്ലാഹ് ഒക്കെ ഭംഗിയായി കഴിഞ്ഞു. കല്യാണത്തിന് അപ്പോൾ വരുമ്പോൾ ആളുകൾ ഞാൻ ആലോചിക്കാണ്, എന്തേജ് മറ്റോ അപ്പച്ചി പറഞ്ഞിട്ടില്ല, അപ്പോൾ ഞാൻ പറയണം, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് വന്നൂടെ, നമ്മളെ വീടല്ലേ. പക്ഷെ അതല്ലല്ലോ, കല്യാണത്തിന് പറഞ്ഞാലേ വരാൻ പറ്റുള്ളൂ, അത് വേറെ വിഷയം. പക്ഷേ അതിപ്പോൾ ഓരോരുത്തരുടെ അഭിമാനം അങ്ങനെയാണ്. അപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പറയേണ്ടത് കടമ നമ്മൾ തന്നെയാണ്, അല്ലാതെ ആരതുമല്ല.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇനി പറഞ്ഞവർ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല, അത് അവരുടെ സൗകര്യം. അവർ പിന്നെ പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ. ചിലവരൊക്കെ 28 കല്യാണമാണ്, 28-ആം തീയതി വരെ കല്യാണത്തിന് കൂടിയലുണ്ട്. കല്യാണത്തിന് 28-ആം തീയതി കൂടിയിട്ട് കുഴപ്പമില്ല. കാരണം നമ്മുടെ പിന്നെ മോൻ കല്യാണം കഴിക്കുന്ന കുട്ടീൻ്റെ നമ്മളെ പുതിയണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണം, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ തീരെ വരാത്തവരുണ്ട്, അല്ലെങ്കിൽ പറയാതെ എത്തി നിന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളാകെ മാനം കെട്ടുപോകും. ഭക്ഷണം വന്നു വെച്ചിട്ട് ആൾ വന്നു വെച്ചിട്ട് ഇപ്പം ഭക്ഷണത്തിന് കമ്മിയോ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ വളരെ ഭംഗിയായിരുന്നു. ആ കാര്യമൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒക്കെ അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു മനസ്സിലേക്ക് തട്ടിയ ഒരു വിഷയം ഇപ്പോഴും എൻ്റെ മനസ്സിനെ അലട്ടുകയാണ്, ഞങ്ങളുടെയൊക്കെ മനസ്സിനെ അലട്ടുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശക്തി സർവശക്തി നൽകും എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം എനിക്കങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവനവൻ്റേതായ വീട്ടുകളുണ്ടാകുന്ന വിശേഷ ദിവസങ്ങൾ, കല്യാണങ്ങൾ, ഇത്തരം പരിപാടികളൊക്കെ അവനവൻ്റെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരിക്കൽ കൂടി നോക്കുക. തന്നെ മാത്രമല്ല അവനവൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ വിളിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴത്ത് കമൻറ്റ് ചെയ്യുക. എന്നാലും നമുക്കിതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, നമ്മൾ പറയുന്നതിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുന്നു. താങ്ക് യു എവരിവൺ.